The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi children, welcome back to our computer virtual class. I hope you all are safe and healthy at home. So വീണ്ടും മഴ വരുന്നു അല്ലേ? അപ്പോൾ മുറ്റത്ത് പോലും ഇറങ്ങി കളിക്കാൻ പറ്റുന്നില്ല. ബോറടിക്കുന്നുണ്ടോ? ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് കളിക്കാൻ പറ്റിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിം പറഞ്ഞു തരട്ടെ? യെസ്, ഒരു ഗെയിം നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. യെസ്, സോ നമ്മുടെ ഗെയിം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് എനി വേർഡ്, ഏതെങ്കിലും ഒരു വേർഡ് എഴുതാം. ഇപ്പോൾ ഞാനിവിടെ സ്കൂളിൽ നിന്നൊരു വേർഡ് എഴുതാം. Okay, so in the game you have to make new words with this letter. ഓരോ ലെറ്റർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ എസ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും വേർഡ് പറയാമോ? സൺ. യെസ്. നെക്സ്റ്റ് സി വെച്ചിട്ട് ഒരു വേർഡ് പറഞ്ഞേ. ചെയർ. യെസ്. ഇനി എച്ച് വെച്ചിട്ട് ഒരു വേർഡ്. hat. Okay, then O, owl. O വെച്ചിട്ട് ഒരു വേർഡ് കൂടെ. orange. And L, lion. കണ്ടോ? ഇതുപോലെ ഇനി നെക്സ്റ്റ് ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ പുതിയ പുതിയ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മളൊരു ടൈമിംഗ് വെക്കുക. ആ ടൈമിനകത്ത് നമുക്ക് മാക്സിമം എത്ര വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗെയിം. ഓക്കെ, സോ ട്രൈ ദിസ്, ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സോ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് കളിക്കാമല്ലോ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. സോ ഓൺ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ് ന്യൂ ചാപ്റ്റർ. And what is the chapter name? The keyboard, right? So what are the keys we have discussed? Number keys, alphabet keys, backspace, space bar and delete. What is the difference between backspace and delete? Delete key is to erase from the right side of the cursor and backspace key is delete from the left side of the cursor. Yes. Okay, so today we are going to see two new keys, caps lock key and shift key. So നമുക്ക് ആദ്യം caps lock key എന്താണെന്ന് നോക്കാം. Okay, let's see the caps lock key. എവിടെയാണ് caps lock key? ദാ ഇവിടെയാണ് caps lock key. Okay, so caps lock key എന്തിനാണെന്നറിയോ? To type the letters in capital ലെറ്ററിൽ ടൈപ്പ് ചെയ്യാനാണ് നമ്മൾ caps lock key യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് caps lock key ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ you can see a light on the right side of the keyboard. കണ്ടോ, ഒരു ലൈറ്റ് എത്തുന്നുണ്ടോ? യെസ്. ആൻഡ് ഇഫ് യു പ്രസ് അഗെയിൻ ദ caps lock key, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സി ആ ലൈറ്റ് ഓഫ് ആവും. ദാറ്റ് മീൻസ് caps lock key ഓഫ് ആണ്. ഓക്കെ, ദെൻ ഷിഫ്റ്റ് കീ. See here we have two shift keys on the keyboard. One is here and another one is here. കണ്ടോ, രണ്ട് ഷിഫ്റ്റ് കീ ഉണ്ട്. ഓക്കെ, ഷിഫ്റ്റ് കീ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. So first let's see what is caps lock key. Here I am going to type our school name. Okay, so BSS. കണ്ടോ, BSS എന്നുള്ളത് സ്മോൾ ലെറ്ററിലാണ് വരുന്നത്. So we have to type this in capital letter. So what we have to do? Yes, we have to press the caps lock key. അപ്പോൾ ഞാൻ caps lock key press ചെയ്തു. ഓക്കെ, ഇനി ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ ക്യാപിറ്റൽ ലെറ്ററിൽ വരും. ഓക്കെ, യെസ്. നമുക്കിത് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാൻ യു ഹാവ് ടു പ്രസ് ദ ക്യാപ്സ് ലോക്ക് കീ. ഇപ്പോൾ ഞാൻ വീണ്ടും ക്യാപ്സ് ലോക്ക് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ യു ക്യാൻ സി അഗെയിൻ കംസ് ഇൻ സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, സോ കീബോർഡിലുള്ള ലൈറ്റ് ഓൺ ആണെങ്കിൽ ക്യാപ്സ് ലോക്ക് കീ ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപ്സ് ലോക്ക് കീ ഓഫ് ആയിരിക്കും. ക്ലിയർ? സോ ക്യാപ്സ് ലോക്ക് കീ ഈസ് ടു ടൈപ്പ് ദ ലെറ്റേഴ്സ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. റൈറ്റ്, നൗ ലെറ്റ്സ് സീ ഷിഫ്റ്റ് കീ. ഓക്കെ, സി ഹിയർ വി ഹാവ് എ ഷിഫ്റ്റ് കീ ഹിയർ. യെസ്, ഇപ്പോൾ ഈ നമ്പർ കീസിൻ്റെ മുകളിലൊക്കെ കണ്ടോ വേറൊരു സിമ്പിൾസും കൂടെ കാണാം അല്ലേ? കണ്ടോ, മൈനസ്, പിന്നെ ബ്രാക്കറ്റ്, സ്റ്റാർ, ആംബ്രസൺ, കണ്ടോ ഇങ്ങനെ കുറച്ച് സിമ്പിൾസും കൂടെ കാണുന്നുണ്ട് അല്ലേ? അതായത് ഈ ഒരു ഓരോ കീസിലും രണ്ട് ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, സോ സീ ഹിയർ യു ക്യാൻ സീ ഇൻ ഓൾ ദ നമ്പർ കീസ് യു ക്യാൻ സീ വൺ മോർ സിമ്പിൾസ്. കണ്ടോ? സോ നമ്മളിപ്പോൾ 4 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു, 4 അല്ലേ? ഇപ്പം ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ദെൻ ഞാൻ 4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ സി യു ക്യാൻ സീ ദ സിമ്പിൾ. കണ്ടോ? അപ്പോൾ ഷിഫ്റ്റ് കീ എന്തിനാണെന്ന് മനസ്സിലായോ? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ബട്ടണിലുള്ള വേറൊരു കീ ആയിരിക്കും വരുന്നത്. അതായത് ഇപ്പോൾ 4 എന്നുള്ളത് നമ്മൾ സിംപ്ലി പ്രസ് ചെയ്യുമ്പോൾ നമ്പർ 4 കാണും, ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്യുമ്പോൾ സിമ്പിൾ വരും. ഓക്കെ, സി ചിൽഡ്രൻ, യു കനോട്ട് യൂസ് ദ ഷിഫ്റ്റ് കീ എലോൺ. ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഷിഫ്റ്റ് കീ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു യൂസ് ദ ഷിഫ്റ്റ് കീ ഓൾവേസ് വിത്ത് അതർ കീസ്. മറ്റ് കീസുമായിട്ടായിരിക്കും നമ്മൾ ഒരുമിച്ചായിരിക്കും ഷിഫ്റ്റ് കീ എപ്പോഴും യൂസ് ചെയ്യാം. ആൻഡ് ഷിഫ്റ്റ് കീ ക്യാൻ വർക്ക് ആസ് ക്യാപ്സ് ലോക്ക് കീ. ഷിഫ്റ്റ് കീനെ നമുക്ക് ക്യാപ്സ് ലോക്ക് കീ ആയിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നറിയോ? നോക്കാം. സി ഐ എം പ്രസിങ് ഹിയർ. കണ്ടോ? ഇവിടെ നോക്കിക്കോളൂ. സി ഹിയർ ക്യാപ്സ് ലോക്ക് കീ ഈസ് ഓഫ് അല്ലേ? ഇവിടെ ലൈറ്റ് കത്തുന്നില്ല, അപ്പോൾ ക്യാപ്സ് ലോക്ക് കീ ഓഫാണ്. നൗ ഐ എം പ്രസിങ് ജെ. കണ്ടോ? ജെ സ്മോൾ ലെറ്ററിലാണ്, കാണുന്നുണ്ടോ? നൗ ഐ എം പ്രസിങ് ദ ഷിഫ്റ്റ് കീ ആൻഡ് ഹോൾഡിങ് ദാറ്റ് ആൻഡ് പ്രസിങ് ജെ. ഇപ്പോൾ കണ്ടോ? ജെ ക്യാപിറ്റൽ ലെറ്ററാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് ആൽഫബറ്റിക്കൽ കീസ് ക്യാപ്സിൽ ടൈപ്പ് ചെയ്യാനും ഷിഫ്റ്റ് കീ യൂസ് ചെയ്യാം. പക്ഷെ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു പ്രസ് ദ ഷിഫ്റ്റ് കീ ആൻഡ് ഹോൾഡ് ദ ബട്ടൺ, ദെൻ യു ക്യാൻ പ്രസ് ദ ആൽഫബറ്റ് കീ. ഓക്കെ, ഷിഫ്റ്റ് കീ ഈസ് യൂസ്ഡ് എലോങ് വിത്ത് അതർ കീസ്. ഓക്കെ, നമുക്ക് ഷിഫ്റ്റ് കീ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും വേറെ കീസുമായിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് കീ യൂസ് ചെയ്യുന്നത്. സോ യു ക്യാൻ യൂസ് ദ ഷിഫ്റ്റ് കീ ആസ് ദ ക്യാപ്സ് ലോക്ക് കീ. ക്യാപ്സ് ലോക്ക് കീ പോലെ തന്നെ നമുക്ക് ഷിഫ്റ്റ് കീയും യൂസ് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ടൈപ്പ് ചെയ്യാം. അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓൾറെഡി ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ അപ്പം നിങ്ങൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും വരും. ഓക്കെ, സോ വെൻ യു യൂസ് ഷിഫ്റ്റ് കീ യു ഹാവ് ടു പ്രസ് ദ ഷിഫ്റ്റ് കീ ആൻഡ് ഹോൾഡ് ദ കീ, ദെൻ യു ക്യാൻ പ്രസ് ദ അനദർ കീ. സോ നമ്മൾ മറ്റു കീ പ്രസ് ചെയ്ത ശേഷം മാത്രമേ യു ഹാവ് ടു റിലീസ് ദ ഷിഫ്റ്റ് കീ. ഓക്കെ, സോ ഐ ഹോപ്പ് you all got an idea about caps lock key and shift key. So on the coming session we will see new keys. Okay, so namukku new words nokam. Yes, so new words: caps lock key, shift key, symbols, release. So spelling ID padikya. Okay, then you have to send it to me. Okay children, so see you on the next session. Thank you.